കാറ്റഗിസം ടീച്ചേഴ്സ് എക്സാമിനേഷൻ്റെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 61 മുതൽ 75 ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ചോദ്യം നമ്പർ 61. വിവാഹത്തിൻ്റെ കൗദാശിക ആഘോഷക്രമത്തിൽ ലത്തീൻ പാരമ്പര്യവും പൗരസ്ത്യ പാരമ്പര്യവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: ലത്തീൻ പാരമ്പര്യമനുസരിച്ച് ദമ്പതികൾ സമ്മതം പ്രകടമാക്കിക്കൊണ്ട് കൂദാശ പരികർമ്മം ചെയ്യുന്നു. ലത്തീൻ പാരമ്പര്യമനുസരിച്ച് ദമ്പതികളാണ് കാർമ്മികർ. ഡീക്കന്മാർക്കും ഈ കൂദാശ പരികർമ്മം ചെയ്യാം. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് സഭയുടെ നാമത്തിൽ കാർമ്മികർ ദമ്പതികളുടെ സമ്മതം സ്വീകരിക്കുന്നു. മെത്രാനോ പുരോഹിതനോ ആണ് കാർമ്മികർ. കാർമ്മികരുടെ ആശീർവാദം വിവാഹ കൂദാശയുടെ സാധുതയ്ക്ക് അത്യാവശ്യമാണ്. ചോദ്യം നമ്പർ 62. വിവാഹത്തെ യാഥാർത്ഥ്യമാക്കുന്ന അത്യാവശ്യ ഘടകം ഏത്? ഉത്തരം: ദമ്പതികൾ നൽകുന്ന പരസ്പര സമ്മതമാണ് അത്യാവശ്യ ഘടകം. സമ്മതത്തിൻ്റെ അഭാവത്തിൽ വിവാഹം നടക്കുന്നില്ല. മാനുഷിക പ്രവൃത്തിയാണ് സമ്മതം. ബാഹ്യ ഭീഷണി മൂലമുളവാകുന്ന സമ്മതമാണെങ്കിൽ അത് വിവാഹത്തെ അസാധുവാക്കുന്നു. ചോദ്യം നമ്പർ 63. സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് വേണം വിശ്വാസികൾ വിവാഹിതരാകേണ്ടതെന്ന് സഭ അനുശാസിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: വിവാഹ കൂദാശ ഒരു ആരാധനാ കർമ്മമാണ്. അതിനാൽ വിവാഹം പൊതു ആരാധനയിൽ ആഘോഷിക്കേണ്ടതാണ്. വിവാഹം ഒരുവനെ സഭാപരമായ പദവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. വിവാഹത്തിലൂടെ ദമ്പതികൾ തമ്മിലും മക്കളോടുമുള്ള ബന്ധത്തിലേക്ക് വളരുന്നു. സാക്ഷികളുടെ സാന്നിധ്യത്തിലെ സമ്മതം ദമ്പതികളുടെ തീരുമാനത്തിന് സംരക്ഷണവും വിശ്വസ്തത പുലർത്താൻ കാരണവുമാക്കുന്നു. ചോദ്യം നമ്പർ 64. മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ വിവാഹബന്ധം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. എന്തുകൊണ്ട്? ഉത്തരം: വിവാഹം ദൈവത്താൽ സ്ഥാപിതമാകുന്നതാണ്. സ്വതന്ത്ര തിരഞ്ഞെടുപ്പും ശാരീരിക സംയോഗത്തിലും രൂപപ്പെടുന്ന ബന്ധം അസാധുവാക്കാനാകാത്തതാണ്. ദൈവവിശ്വസ്തത ഉറപ്പ് നൽകുന്ന ഒരു ഉടമ്പടിയാണ് അത്. ദൈവിക നിശ്ചയത്തിന് എതിരായി വിധിക്കാൻ സഭയ്ക്ക് അധികാരമില്ല. അതിനാൽ വിവാഹമോചനം സാധ്യമല്ല. ചോദ്യം നമ്പർ 65. ക്രിസ്തീയ ദാമ്പത്യത്തിൽ വിവാഹ കൂദാശയുടെ കൃപാവരത്തിൻ്റെ പ്രാധാന്യം എന്ത്? ഉത്തരം: ദമ്പതികളുടെ സ്നേഹത്തെ പൂർണ്ണമാക്കാൻ, അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ, ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ, മക്കളെ സ്വീകരിക്കാൻ, അവരെ പരിശീലിപ്പിക്കാൻ, കൃപാവരത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ, വിവാഹത്തിലൂടെ രക്ഷകനായ ക്രിസ്തു ദമ്പതികളെ കണ്ടുമുട്ടുന്നു. ക്രിസ്തു ദമ്പതികളോടൊത്ത് വസിക്കുന്നു. തുടർന്ന് ചില മേഖലകളിൽ ക്രിസ്തു ദമ്പതികളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലെ കുരിശെടുത്ത് അനുഗമിക്കാൻ, വീഴ്ചകൾക്ക് ശേഷം എഴുന്നേൽക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, പരസ്പരം ഭാരം വഹിക്കാൻ, പരസ്പരം വിധേയപ്പെടാൻ, പരസ്പരം സ്നേഹിക്കാൻ. സ്നേഹത്തിലൂടെയും കുടുംബ സന്തോഷങ്ങളിലൂടെയും കുഞ്ഞാടിൻ്റെ വിരുന്നിൻ്റെ മുൻ അനുഭവം ഭൂമിയിൽ ദമ്പതികൾക്ക് ലഭിക്കുന്നു. ചോദ്യം നമ്പർ 66. വിവാഹത്തിൻ്റെ അവിഭാജ്യതയും ഏകതയും എന്തെന്ന് വ്യക്തമാക്കുക. ഉത്തരം: വിവാഹ വാഗ്ദാനത്തോട് അനുദിനം വിശ്വസ്തത പുലർത്തി കൂട്ടായ്മയിൽ വളരാനുള്ള ആഹ്വാനമാണ് ദമ്പതികൾക്ക് ലഭിക്കുന്നത്. യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ മാനുഷിക കൂട്ടായ്മയെ ഉറപ്പിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, പൂർണ്ണമാക്കുന്നു. ഒരുമിച്ചുള്ള വിശ്വാസ ജീവിതവും ഒരുമിച്ചുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും പരസ്പരം ദമ്പതികളെ ആഴപ്പെടുത്തുന്നു. ഏകത
ദമ്പതികൾ നൽകേണ്ട തുല്യമായ അന്തസ്സിനെ പ്രകടമാക്കുന്നു. ചോദ്യം നമ്പർ 67. വിവാഹ ജീവിതം ഫലസമൃദ്ധമാകുന്നത് എങ്ങനെ? ഉത്തരം: വിവാഹ സ്നേഹം പ്രകൃതിയാൽ തന്നെ സന്താന ഉൽപാദനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ളതാണ്. മക്കൾക്ക് കൈമാറുന്ന ധാർമ്മികത, ആധ്യാത്മികത അതിസ്വാഭാവിക ജീവന്റെ ഫലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. മാതാപിതാക്കളാണ് പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും. അടിസ്ഥാന ധർമ്മം ജീവന്റെ ശുശ്രൂഷയാണ്. മക്കളെ നൽകിയിട്ടില്ലെങ്കിലും പരസ്പര സ്നേഹവും ത്യാഗവും കൊണ്ട് പ്രകാശം പരത്തേണ്ടവരാണ് ദമ്പതികൾ. ചോദ്യം നമ്പർ 68. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് കുടുംബത്തെ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: മാതാപിതാക്കൾ വാക്കുകൊണ്ടും മാതൃക കൊണ്ടും വിശ്വാസത്തിൻ്റെ ആദ്യ സന്ദേശവാഹകരാകുന്നു. പൊതുപൗരോഹിത്യം അനുഷ്ഠിക്കുന്നത് കൂദാശകളുടെ സ്വീകരണം, പ്രാർത്ഥന, നന്ദി പ്രകാശനം, ജീവിത സാക്ഷ്യം, ആത്മത്യാഗം, പരസ്നേഹ പ്രവർത്തനം എന്നിവയിലൂടെയാണ്. കുടുംബത്തിൽ സഹനശക്തിയിൽ, സഹോദര സ്നേഹത്തിൽ, മാപ്പ് നൽകലിൽ, പ്രാർത്ഥനയിൽ, ദൈവാരാധനയിലൂടെയും പരിശീലിക്കുന്നു. ചോദ്യം നമ്പർ 69. എന്താണ് കൂദാശ കൽപ്പങ്ങൾ? കൂദാശ അനുകരണങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കൂദാശ കൽപ്പങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് കൂദാശ കൽപ്പങ്ങൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കൂദാശകളെ അനുകരിച്ചുള്ള വിശുദ്ധ അടയാളങ്ങളാണ് കൂദാശ കൽപ്പങ്ങൾ. സഭയുടെ മധ്യസ്ഥം വഴി ലഭിക്കുന്ന ആത്മീയ ഫലങ്ങളെ ഇവ സൂചിപ്പിക്കുന്നു. കൂദാശകളുടെ ഫലങ്ങളെ സ്വീകരിക്കാൻ നമ്മെ സജ്ജരാക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളെ പവിത്രീകരിക്കുന്നു. ചോദ്യം നമ്പർ 70. കൂദാശ കൽപ്പങ്ങളുടെ ഉത്ഭവം മാമോദീസ പൗരോഹിത്യത്തിൽ നിന്നാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ആശീർവാദമാകാനും ആശീർവദിക്കാനുമാണ് ക്രൈസ്തവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ചില ആശീർവാദ പ്രാർത്ഥനകളിൽ അൽമായർക്ക് നേതൃത്വം വഹിക്കാം. ആശീർവാദം സഭാപരവും കൂദാശ ജീവിതവുമായി എത്ര കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതനുസരിച്ചാണ് അത് പട്ടം കിട്ടിയ ശുശ്രൂഷകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ചോദ്യം നമ്പർ 71. കൂദാശകളും കൂദാശ കൽപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം: കൂദാശകൾ കൃപാവരം പകർന്നു നൽകുന്നു. കൂദാശ കൽപ്പങ്ങൾ കൃപാവരം നൽകുന്നില്ല. കൂദാശ കൽപ്പങ്ങൾ കൃപാവരങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കം നൽകുന്നു. കൃപാവരങ്ങളുമായി സഹകരിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നു കൂദാശ കൽപ്പങ്ങൾ. ചോദ്യം നമ്പർ 72. പൊതുജനഭക്തിയുടെ പ്രാധാന്യം എന്ത്? ക്രൈസ്തവ മതാത്മകതയെ പ്രകടിപ്പിക്കുന്നവയാണ് ഭക്തഭ്യാസങ്ങൾ. ഭക്തഭ്യാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് തിരുശേഷിപ്പ് വന്ദനം, തീർത്ഥാടനങ്ങൾ, വിശുദ്ധ സ്ഥല സന്ദർശനം, പ്രദക്ഷിണങ്ങൾ, കുരിശിൻ്റെ വഴി, ജപമാല, മെഡലുകൾ തുടങ്ങിയവ. ഭക്തഭ്യാസങ്ങൾ ഒരിക്കലും ആരാധനാക്രമത്തിന് പകരമല്ല. ആരാധനാക്രമത്തോട് ഒത്തുപോകുന്ന വിധത്തിലും അവയിലേക്ക് നയിക്കുന്ന വിധത്തിലും ഭക്തഭ്യാസങ്ങളെ ക്രമപ്പെടുത്തണം. ചോദ്യം നമ്പർ 73. ആശീർവാദത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഉത്തരം: ദൈവിക പ്രവൃത്തികളെയും ദാനത്തെയും പ്രതി അവിടത്തെ സ്തുതിക്കാൻ, സുവിശേഷ ചൈതന്യമനുസരിച്ച് ദൈവദാനങ്ങൾ ഉപയോഗിക്കാൻ ശക്തി ലഭിക്കാൻ സഭ മധ്യസ്ഥം വഹിക്കുന്നതാണ് ആശീർവാദത്തിൻ്റെ ഉള്ളടക്കം. ചോദ്യം നമ്പർ 74. ക്രൈസ്തവനെ സംബന്ധിച്ച് എന്താണ് മരണം? ഉത്തരം: കൗദാശിക ജീവിതത്തിൻ്റെ അന്ത്യമാണ് അത്.
മാമുദീസയിൽ ആരംഭിച്ച പുതിയ ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് മരണം. നൽകപ്പെട്ട പുത്രൻ്റെ ഛായയുമായുള്ള അനുരൂപണമാണ് മരണം. വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ച ദൈവരാജ്യത്തിൻ്റെ വിരുന്നിലെ തുടക്കം കുറിക്കുന്ന ദിനമാണ് മരണദിനം. അവസാനത്തേതും 75-ാമത്തേതുമായ ചോദ്യം: റോമൻ റീത്തിലെ മൃതസംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി സമൂഹത്തിന് അഭിവാദനം, രണ്ടാമതായി വചന ശുശ്രൂഷ, മൂന്നാമതായി വിശുദ്ധ കുർബാന അർപ്പണം, നാലാമത്തേതും അവസാനത്തേതുമായി വിട പറയൽ. ഇനി ഈ 4 ഘടകങ്ങൾ നമ്മൾ വിശദമായി കാണാൻ പോകുന്നു. ഒന്നാമത്തെ ഘടകം സമൂഹത്തിന് അഭിവാദനം. പരേതന്റെ ബന്ധുമിത്രങ്ങളെ ആശ്വാസവചനം നൽകി സ്വാഗതമരുളുന്നു. സമൂഹം നിത്യജീവന്റെ വചനങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഉത്തിതനായ ക്രിസ്തുവിലേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്നു. രണ്ടാമത്തെ ഘടകം വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയ്ക്ക് ശ്രദ്ധാപൂർവമായ ഒരുക്കം ആവശ്യമാണ്. കാരണം ആരാധനയിൽ അപൂർവമായി മാത്രം പങ്കെടുക്കുന്നവരും അക്രൈസ്തവരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ആയതിനാൽ സുവിശേഷ പ്രസംഗം ക്രിസ്ത്യാനിയുടെ മരണരഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കണം. മൂന്നാമത്തെ ഘടകം വിശുദ്ധ കുർബാന അർപ്പണം. സംസ്കാര കർമ്മം ദേവാലയത്തിൽ നടക്കുമ്പോൾ പെസഹ യാഥാർത്ഥ്യത്തിലെ കേന്ദ്രബിന്ദു ബലി അർപ്പണമാണ്. മൃതി അടഞ്ഞവനുമായി സഭ ഐക്യം പ്രകടിപ്പിക്കുന്നു. നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഘടകം വിടപറയലാണ്. സഭ അവസാനമായി വ്യക്തിയെ ദൈവത്തിന് ഏൽപ്പിക്കുന്നു. സമൂഹം ഒരംഗത്തെ കബറിടത്തിൽ വെക്കുന്നതിന് തൊട്ടു മുൻപ് അഭിവാദ്യം അർപ്പിക്കുന്ന അവസാന വിടപറയലാണിത്. ഇത്രയും 75 ചോദ്യങ്ങളാണ് 5 എപ്പിസോഡുകളിലായിട്ട് ഈ 2026 മാർച്ച് 8 നടക്കുന്ന പരീക്ഷയ്ക്കായിട്ട് ഇരിങ്ങാലക്കുട രൂപതയിലെ മതാധ്യാപകർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പരീക്ഷ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മതാധ്യാപകർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു.